നമ്മൾ ഭാരതത്തിന്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ വളരെ നിരാശാജനകമായ വാർത്തകൾ വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. നമുക്കറിയാലോ, കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ അവസാന പ്രതിയും പുറത്തേക്ക്. അപ്പോൾ ആ പഴുതുകളെല്ലാം തുറന്നിട്ടത് SIT തന്നെ കണ്ണടച്ച് പറയേണ്ടി വരും. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ അല്ലേ, അതായത് നമ്മൾ എത്ര നാൾ അത് ചർച്ച ചെയ്തത്, അത് എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ മാസത്തിലാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ അശ്വതി, ഈ വാർത്ത ശരിക്കും ജനം TV ആണ് ബ്രേക്ക് ചെയ്യുന്നത്. ഞാനത് പലതവണ പറഞ്ഞു, എങ്കിലും എനിക്ക് ഇത് വീണ്ടും വീണ്ടും പറയാൻ തോന്നുന്നു. കാരണം മിഥുൻ മുരളി എന്ന് പറയുന്ന നമ്മുടെ ചെറുപ്പക്കാരനുണ്ടല്ലോ, നമ്മുടെ കോട്ടയം റിപ്പോർട്ടർ, ശരിക്കും മിഥുനാണ് ഈ ശബരിമല സ്വർണ്ണ കവർച്ച ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് ആറന്മുള വള്ളംകളി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു വലിയ ടീം ആറന്മുളയിലുണ്ട്. അപ്പം ആദ്യം മിഥുൻ്റെ റിപ്പോർട്ട് വരികയാണ്. അപ്പോൾ ഞാൻ അന്ന് ചോദിക്കുന്നുണ്ട്, ഈ ആറന്മുള വള്ളംകളിക്കിടയിൽ നമ്മൾ ഈ സ്വർണ്ണ കവർച്ച കൊണ്ട് പോകണോ, അല്ലെങ്കിൽ ഈ വാർത്ത കയറണമെന്ന് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ ഡെസ്ക് അന്ന് കൃത്യമായിട്ട് തന്നെ ഇടപെട്ടുകൊണ്ട് ആ വാർത്ത ബ്രേക്ക് ചെയ്തു. ആ വാർത്തയാണ് പിന്നീട് മാസങ്ങളോളം നമ്മൾ ഉൾപ്പെടെയുള്ള മറ്റു മാധ്യമങ്ങൾ ആദ്യ സമയം, ഞാനപ്പോൾ മറ്റൊരു മാധ്യമത്തിലായിരുന്നു, ആദ്യ സമയം ഞങ്ങൾ ആരും ആ വാർത്ത ക്യാരി ചെയ്തിരുന്നില്ല. എനിക്ക് തോന്നുന്നു ജനം TV ബ്രേക്ക് ചെയ്ത് അതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ച ശേഷം പിന്നെയാണ്, അതായത് എല്ലാവരും മറ്റു വാർത്തകളിലായിരുന്നു ഫോക്കസ്. ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ എന്നുള്ള ആശങ്കയിലായിരുന്നു. എന്തായാലും ആ വാർത്ത പിന്നീട് കേരളത്തിൽ ഒരു തീയായി മാറിയതാണ്. പക്ഷേ അശ്വതി പറഞ്ഞതുപോലെയാണ് അതിൻ്റെ നിരാശ എന്ന് പറയുന്നത്, നമ്മൾ ഇത്രത്തോളം ചർച്ച ചെയ്ത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ മുതൽ കട്ടുകൊണ്ട് പോയവന്മാർ ഇപ്പോൾ ജയിലിന് പുറത്തോടെ ഇറങ്ങി ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും തെളിവ് നശിപ്പിക്കൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എത്ര ഉപാധികൾ ഇനി കോടതി വെച്ചാലും നശിപ്പിക്കേണ്ടവർ തെളിവ് നശിപ്പിക്കുക തന്നെ. അത് മറ്റാരുടെയൊക്കെ ആവശ്യമാണെന്നാണ് ഗൗതം ഞാൻ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. തീർച്ചയായും എൻ്റെ വ്യക്തി നിരീക്ഷണം മാത്രമാണ്. നമുക്ക് എന്തായാലും ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പ്രശാന്തിനോട് ചോദിച്ചാലോ? യെസ് പ്രശാന്ത്, അങ്ങനെ 6 മാസമായിട്ടും ഒരു കരട് കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അത് സമർപ്പിച്ചിട്ടില്ല. എല്ലാ പ്രതികളും പുറത്തേക്കുമായി. ഓൾ ഔട്ട് എന്ന് പറയാം, ഓൾ ക്ലീൻ. ആർക്ക് വേണ്ടിയാണ് ഈ ഗൂഢനീക്കം? SIT ഇവിടെ എന്താണ് ചെയ്യുന്നത്? പ്രശാന്ത്. അശ്വതി, ശബരിമല സ്വർണ്ണ കവർച്ചയുടെ അന്വേഷണം ആരംഭിച്ചിട്ട് 6 മാസം പിന്നിടുന്നു. ഈ 6 മാസം പിന്നിടുമ്പോഴും കേസിൻ്റെ ഗതി എന്താണെന്ന് ചോദിച്ചാൽ ക്രൈംബ്രാഞ്ചിന് പോലും ഉത്തരം കഴിയാത്ത ഒരു സ്ഥിതിയാണ്. ആരാണ് പ്രധാന പ്രതി എന്നതിനൊന്നും കൃത്യമായൊരു ഉത്തരം ക്രൈംബ്രാഞ്ചിന് ഇനിയും ലഭിച്ചിട്ടില്ല. 2 കേസുകളുണ്ട്. 2 കേസുകളിലും കുറ്റപത്രം സമർപ്പിക്കുവാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ട് പറയുന്നത്. മാത്രമല്ല, ഇതിലെ ഈ രണ്ട് കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് മുഖ്യപ്രതിയായിട്ട് കാണുന്നതെങ്കിൽ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തിയതടക്കമുള്ള കാര്യങ്ങൾ ഈ ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട്. എന്നാൽ കടത്തിയ സ്വർണം എവിടേക്ക് കൊണ്ടുപോയെന്നതിനോ അല്ലെങ്കിൽ ആ സ്വർണത്തിൻ്റെ തന്നെ ബാക്കി തൊണ്ടി മുതലായിട്ട് പിടിച്ചെടുക്കാൻ കഴിഞ്ഞ സ്വർണം എവിടെയെന്നോ എന്നതിനൊന്നും ഒരു ഉത്തരവും ക്രൈംബ്രാഞ്ചിന് ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ കൊണ്ടുപിടിച്ചുകൊണ്ടുള്ള അറസ്റ്റ് അടക്കം നടന്നെങ്കിൽ പോലും ഈ അറസ്റ്റ് നടന്ന് ജയിലിലായ പ്രതികളെല്ലാം ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും ഒടുവിൽ അവസാനത്തെ പ്രതി കൂടി ജയിൽ മോചനാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്, ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതോടുകൂടി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികൾക്കും ജാമ്യം ലഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് നിലനിൽക്കുന്നത്. അപ്പോഴും കേസന്വേഷണം ഏതാണ്ട് നിലച്ച ഒരു നിലയിലുമാണ്. ഇനി ഈ സ്വർണത്തിൻ്റെ സാമ്പിൾ ലഭിക്കാനുണ്ട്. ആ സാമ്പിൾ ലാബിൽ നിന്ന് അതിൻ്റെ പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷം മാത്രമേ കുറ്റപത്രം സമർപ്പിക്കുകയുള്ളൂ എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഈ കുറ്റപത്രം 2ൻ്റെയും കരട് കുറ്റപത്രം തയ്യാറാണ്. എന്നാൽ ഈ 2 കരട് കുറ്റപത്രങ്ങളും തയ്യാറാണെങ്കിൽ പോലും പ്രധാനമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കുവാൻ ഇനിയും ക്രൈംബ്രാഞ്ച് വൈകിപ്പിക്കുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഈ കേസിൻ്റെ ഒരു ഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ഈ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത ശേഷം ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഏറ്റെടുക്കുന്നത്. ശശിധരൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ മേൽനോട്ടം മാത്രമല്ല, ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ വലിയ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണം നടക്കുന്ന ഓരോ ഘട്ടവും ഹൈക്കോടതി അറിയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴും കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന പ്രതികളിലേക്കോ അല്ലെങ്കിൽ പ്രധാന തുമ്പുകളിലേക്കോ ഒന്നും എത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ചില ദൈവതുല്യരായിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന പരാമർശമുണ്ടായിരുന്നു. അത്തരം ആളുകളിലേക്കൊന്നും കടന്നു ചെല്ലാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല, പരമാവധി തെളിവ് ശേഖരിക്കുവാൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പലയിടങ്ങളിലേക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു. തമിഴ്നാട്, അതോടൊപ്പം തന്നെ കർണാടക കേന്ദ്രീകരിച്ചെല്ലാം 2 സംസ്ഥാനങ്ങളും കേരളവും കേന്ദ്രീകരിച്ചെല്ലാം വലിയ രീതിയിൽ അന്വേഷണം നടന്നിരുന്നു. ക്രൈംബ്രാഞ്ചിൻ്റെ സംഘങ്ങൾ പലതായി തിരിഞ്ഞുകൊണ്ട് അന്വേഷണം നടത്തിയിരിക്കുന്നു.
ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണമാണ് നടന്നത്. സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ചിന് തന്നെ ഏറ്റവും മികച്ച യൂണിറ്റാണ് ഇതിനു വേണ്ടി നിയോഗിക്കുകയും ചെയ്തത്. അങ്ങനെ ഇതെല്ലാം മികച്ച പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ചേർന്നുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും ഇപ്പോഴും ലഭിക്കാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. മാത്രമല്ല അന്വേഷണം ഏതാണ്ട് നിലച്ചൊരു മട്ടിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. 6 മാസമാണ് പിന്നിടുന്നത്. ഈ 6 മാസം പിന്നിടുമ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതെ പോയതാണ്. കാരണം ഈ ശബരിമലയിൽ നിന്നും ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ കട്ടിളപ്പാളികളിൽ നിന്നെല്ലാം സ്വർണം കടത്തി. ആ കടത്തിയ കേസിലെ പ്രതികളെല്ലാം പ്രധാനികളാണ്. CPM നേതാക്കളായിട്ടുള്ള മുൻ MLA ആയിട്ടുള്ളവർ അടക്കമുണ്ട്. ഇങ്ങനെ CPM നേതാക്കളും സംസ്ഥാനത്തെ പ്രധാന ദേവസ്വം ബോർഡിൽ തന്നെ മുതിർന്ന അംഗങ്ങളും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കളടക്കം CPM തന്നെ നേതാക്കളടക്കം ഉണ്ടായിട്ടും ഈ കേസിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട്, കാരണം 2 തരത്തിൽ ഇതിനെ നമുക്ക് പറയാം. അതൊന്ന് സ്വർണം മോഷണം പോയി എന്നതും മറ്റത് ഒരു വൈകാരികമായിട്ടുള്ള തലം കൂടിയുണ്ട്. കാരണം ശബരിമലയിലെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് എത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ശബരിമല എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പുറത്തേക്ക് പറയുമ്പോൾ ശബരിമലയും ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അത്തരത്തിലുള്ള ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രത്തിൽ ഇത്രയും വലിയ കൊള്ള നടന്നപ്പോൾ ആ കൊള്ളയുടെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഒരു അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിനടക്കമുള്ള വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നത്. ഈ കേസിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഒരു ഇടക്കാല കുറ്റപത്രമെങ്കിലും സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചതെങ്കിൽ ഇത്രയും കാലത്തെ അന്വേഷണത്തിൻ്റെ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഒരു ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തയ്യാറായിരുന്നെങ്കിൽ ഈ പ്രതികൾ ആരും ജയിൽ മോചിതരാകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ലായിരുന്നു. എല്ലാവരും ജയിലിൽ തന്നെ തുടരുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ക്രൈംബ്രാഞ്ച് ഇതിൽ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഴ്ച വരുത്തിയതോടുകൂടി തന്നെ ഈ കൊടും ക്രിമിനലുകൾക്കെല്ലാം സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അവരെല്ലാം പുറത്തേക്ക് വന്നു. ഇനി ഈ പുറത്തേക്ക് വന്ന ഈ പ്രതികളെല്ലാം തെളിവ് നശിപ്പിക്കുവാൻ സാധിക്കും അവർക്ക്. മാത്രമല്ല കേസിൽ ബാഹ്യമായിട്ട് നിന്നുകൊണ്ട് ഇതിനകത്ത് ഇടപെടൽ നടത്താൻ സാധിക്കും. കേസിലൊരു രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അന്വേഷണത്തിൻ്റെ പല ഘട്ടത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്ന വ്യാപക വിമർശനങ്ങളുണ്ടായിരുന്നു, വ്യാപക പരാതികളുണ്ടായിരുന്നു. ഏകദേശം ആ വിമർശനങ്ങളും പരാതികളും ശരിവയ്ക്കുന്ന തലത്തിലാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. നേരത്തെ നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഘട്ടങ്ങളിലൊന്നും ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ അന്വേഷണങ്ങളും നടന്നില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. അവിടെയെല്ലാം അന്വേഷണം നടത്താതിരിക്കുവാൻ അല്ലെങ്കിൽ ഈ കേസ് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരാതിരിക്കുവാൻ പരമാവധി ക്രൈംബ്രാഞ്ച് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത്. പ്രശാന്ത്, എന്തായാലും വ്യക്തമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നുപോയിരിക്കുന്നു. ആ സമയത്തൊക്കെ ഈ പ്രതികൾ പുറത്തേക്ക് വന്നു. ആ കേസിനെ ദുർബലപ്പെടുത്തുകയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേരള പോലീസ് അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് ഖ്യാതി കേട്ടതാണ്. അപ്പോൾ അവർക്കൊരു തെളിവ് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല, ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്നില്ല എന്ന കാര്യത്തിലൊക്കെ എനിക്ക് ചില ആശങ്കകളുണ്ട് ഗൗതം. അത് അങ്ങ് ഒരു കുറ്റപത്രമൊക്കെ സമർപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്താണ്? അന്വേഷണം കൃത്യമായി നടക്കുന്നില്ലായിരുന്നു. ശബരിമലയിൽ പോകുന്നു, അവിടെ ചില ആചാര ലംഘനങ്ങൾ നടക്കുന്നു, വിഗ്രഹങ്ങളടക്കം എനിക്ക് തോന്നുന്നു ദ്വാരപാലക ശില്പം എന്തോ മുറിച്ചു മാറ്റി അവിടെ വലിയ രീതിയിലുള്ള ആചാര ലംഘനം ഒക്കെ നടത്തിയിട്ടും ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ എന്തുകൊണ്ടാണ് അവർക്ക് സാധിക്കാത്തതെന്ന സുപ്രധാന ചോദ്യം കൂടി വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അശ്വതി പറഞ്ഞതുപോലെ, പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ വലിയ ദുരൂഹതയാണ്. കാരണം ഇതിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ പോയി കഴിഞ്ഞാൽ അത് എത്തി നിൽക്കുന്നത് പല മഹാന്മാരിലേക്കുമാകും. ഇപ്പോൾ തന്നെ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ, മുൻ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ വലിയ വിമർശനങ്ങൾ നേരിട്ടതാണ്. അപ്പോൾ കടകംപള്ളി ആരുടെ അടുത്ത ആളെന്ന് ചോദിച്ചാൽ പിണറായിയുടെ അടുത്ത ആളാണ്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്, ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ പ്രതിഫലിച്ചേക്കാം എന്ന് വേണം മനസ്സിലാക്കാൻ.